Welcome back to my YouTube channel സഹയാത്രി. ഞാൻ സാലിഷ റസൽ. ഇന്നൊരു അടിപൊളി സ്റ്റോറേജ് ബോക്സിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ അല്ല കേട്ടോ. അറൗണ്ട് 2 വർഷമായിട്ട് ഞങ്ങൾ ഈ സ്റ്റോറേജ് ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി എനിക്ക് ഉറപ്പായിട്ട് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ യൂസസ് എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഡോറ്, ഷീറ്റ്സ്, കണക്ടർ, ഇതാണ് ഈ സ്റ്റോറേജ് ബോക്സിൻ്റെ മെയിൻ പാർട്സ്. ഇനി ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇക്കയും മോനും കൂടിയാണ് ഇത് അസംബിൾ ചെയ്തെടുക്കുന്നത്. മോൻ്റെ കുറേ ഫണ്ണി മൊമെൻറ്റ്സ് നമുക്ക് ഇതിൽ കാണാം. ഈ ഷീറ്റിൻ്റെ 4 എഡ്ജസും കണക്ടറിൻ്റെ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോപ്പറായിട്ടാണ് നമ്മൾ വെക്കണമെങ്കിൽ ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വുഡൻ ഹാമർ കിട്ടും. അതുപയോഗിച്ച് മോൻ തട്ടണ പോലെ 2 ചെറിയ തട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായി ടൈറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ ഡോറ് നന്നായിട്ട് അടയുള്ളൂ. ഓരോ ക്യൂബ്സ് ആയിട്ടാണ് ഇത് അസംബിൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ്റൂമിലാവട്ടെ, ലിവിങ് റൂമിലാവട്ടെ, അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ളൊരു റൂമിലെ ഏതെങ്കിലും ഒരു ചെറിയ ഏരിയ എവിടെയാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് 1 or 2 ഒക്കെ ആയിട്ട് നമുക്കിത് ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡോറ് പിടിപ്പിക്കാം. ഈ ഡോറ് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഓഫ് മാഗ്നറ്റ് നമ്മൾ കണക്ടറിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡോറൊക്കെ നന്നായിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കും. 2 ക്യൂബ്സ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി ബാക്കിയും കൂടി നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ സ്റ്റോറേജ് ബോക്സ് ഇങ്ങനെ മൊത്തത്തിൽ അഴിച്ചു പണിയാന്ന് അവന് ഇത്രയും കാലം അറിയില്ലായിരുന്നു. അപ്പോൾ അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് മോൻ. റിപ്പയറിംഗ് ആണ് അവൻ്റെ പ്രധാന ഹോബി. മോനൊരു 6 മാസം ഉള്ളപ്പോഴാണ് നമ്മളിത് വാങ്ങിയത്. അവൻ്റെ ചെറിയ സോക്സും ക്യാപ്പൊക്കെ കോമൺ വാർഡ്രോബിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് ബോക്സ് എന്നുള്ള നിലയ്ക്കാണ് ഇത് വാങ്ങിയത്. ഒരു യൂണിറ്റിൽ അവൻ്റെ സോക്സ്, പിന്നെ അവൻ്റെ ഷൂസുകൾ, അവൻ്റെ ക്ലോത്ത്സ്, അങ്ങനെ പാമ്പേഴ്സ്, അങ്ങനെ ഓരോന്നിലും ഓരോന്നായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം പെട്ടെന്നൊരു ആവശ്യത്തിന് ഇറങ്ങുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ഇവൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ഒത്തിരി നേരം തിരയേണ്ട ആവശ്യം വന്നിരുന്നില്ല. കുഞ്ഞിൻ്റെ സാധനങ്ങൾ വെച്ചിരുന്നത് കൊണ്ട് തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമായിരുന്നു. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ച് ഈസി ആയിട്ട് നമുക്കിത് തുടച്ചെടുക്കാം. അഴുക്കും പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ പോരും. ഏകദേശം 10 കിലോ വരെ ഓരോ സ്റ്റോറേജ് ബോക്സ് യൂണിറ്റിനും കപ്പാസിറ്റി ഉണ്ട്. ഈ സ്റ്റോറേജ് ബോക്സ് നല്ല സ്റ്റഡിയാണ്. കുട്ടികളുടെ മേത്തോട്ട് മറിഞ്ഞു വീഴുന്നുള്ള ഭയമൊന്നും വേണ്ട. ഇപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് സ്റ്റോറേജ് ബോക്സാണ്. അവൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവന് ആവശ്യത്തിനുള്ള കളിപ്പാട്ടങ്ങൾ എടുത്ത് കളി കഴിഞ്ഞ് അവൻ തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഇതിൻ്റെ ഡോറ് കുട്ടികൾക്ക് ഈസി ആയിട്ട് തുറക്കുക അടയ്ക്കുകയും ചെയ്യാം. മറ്റു വാർഡ്രോബുകളെ പോലെ വിരൽ കുടുങ്ങുന്നുള്ള പേടി വേണ്ട. ഇപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മോണുമെൻറ്റ്സിൻ്റെ പിക്ചേഴ്സ് ആയിട്ടുള്ളതാണ്. കുറച്ചുകൂടി കളർഫുള്ളായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. നല്ല അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ടോയ്സൊക്കെ വെച്ച് ലിവിങ് റൂമിൽ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാം.
കേടുപാടും ഇത്രയും കാലമായിട്ട് സംഭവിച്ചിട്ടില്ല. തുരുമ്പ് പിടിക്കുകയോ അങ്ങനെ വേറെ ഷീറ്റുകൾ ഡാമേജ് ആവുകയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ വാങ്ങിയ അതേ ക്വാളിറ്റി തന്നെയാണ് ഇതുള്ളത്. ക്യൂബ്സിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ഡിഫറെൻറ്റ് ഷേപ്സിൽ നമ്മൾ അസംബിൾ ചെയ്തെടുത്തതിൻ്റെ പിക്ചേഴ്സാണിത്. ഞാൻ ഈ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. കൂടുതൽ വ്യത്യസ്തവും മനോഹരമായിട്ടുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടിക്കാം.